മീര കൊള്ളാം. ആഴ്ചയിലാകെ 2 ദിവസമാണ് ഒരുമിച്ച് കിട്ടുന്നത്. എന്നിട്ട് നീ ഇങ്ങനെയാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശമെന്ന്? ഈ വരുമാനം കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിചാരം? എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോ എന്തൊക്കെയാ നീ പറഞ്ഞത്? അതിലൊന്നും എനിക്കൊരു പരിഭവവും ഇല്ല. ഇങ്ങനെ പോയാ എവിടെ ചെന്നെത്തും? എന്നിട്ടിപ്പോ എന്നോടും ജോലി റിസൈൻ ചെയ്യാൻ പറയുന്നു. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തൽക്കാലം ഈ ജോലി കളയേണ്ട സഞ്ജു. നിനക്ക് നല്ലൊരു വരുമാനമുള്ള ജോലി കിട്ടുമ്പോ റിസൈൻ ചെയ്യാം. എന്താ? സമയം 11:30 ഇപ്പോ എവിടെ പോയിരിക്കാനാണ് സാധ്യത? വേറെ സുഹൃത്തുക്കൾ ആരെങ്കിലും? എനിക്കറിയില്ല സോളമ. എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ഇതിപ്പോ ഫോൺ പോലും എടുത്തിട്ടില്ലെന്നാണ് പൂജ പറയുന്നത്. ഒരു 10 തവണയെങ്കിലും പറഞ്ഞതാ റിസൈൻ ചെയ്യാൻ. അതെങ്ങനെ? പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. അതിന്റെ പേരിൽ ഒരു തവണ ഞാൻ അവളെ തല്ലുകയും ചെയ്തു. എന്തിനാ ഹോസ്റ്റലിൽ നിർത്തിയത്? ദിവസം വന്നു പോകാൻ പറ്റില്ലേ? ദിവസവും 1 സൈഡ് യാത്ര തന്നെയുണ്ട്, 1.5 മണിക്കൂർ കൂടുതൽ. അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ നിർത്തിയത്. ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ടൗണിൽ ഒരു ടെക്സ്റ്റൈൽസിലാ. അവിടുത്തെ സെയിൽസ് ഗേളാ. ആരായി പൂജ? ഷീസ് എ റൂംമേറ്റ്. മീരയുടെ കൂടെ വർക്ക് ചെയ്യുന്നേ. സഞ്ജയ് എല്ലാ ആഴ്ചയും മീരെ കാണാൻ വരാറുണ്ടോ? ഇല്ല, ശനിയാഴ്ച അവള് വീട്ടിലേക്ക് വരും. ഇവിടെ നല്ല മഴ പെയ്ത ലക്ഷണമുണ്ടല്ലോ. ഹോസ്റ്റലിലേക്ക് വണ്ടി പോകില്ലേ? പെട്ടെന്ന് എത്തുന്നത് ഈ വഴിയാ. സാർ, ഇതാ പൂജ. എന്താ സംഭവിച്ചത്? രാത്രി ഏകദേശം ഒരു 7-10 ആയപ്പോഴാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തിയത്. കനത്ത മഴയുണ്ടായിരുന്നു. വാ. എടാ, ഞാൻ നനയുന്നു. എപ്പോ ഞാൻ കൂടെ എടുക്കാതിരുന്നു അന്ന് കൃത്യമായി മഴയും പോയി. ചേട്ടനായിരിക്കും. ടെക്സ്റ്റൈൽസിൽ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് പോവാന്ന്. നിന്റെ സംസാരം കേട്ടാ തോന്നും ഞാൻ നിമിത്തം മഴ പെയ്തെന്ന്. ചേച്ചി നിമിത്താ മഴ പെയ്തേന്നല്ല, ചേച്ചി നിമിത്താണ് മഴ നനഞ്ഞതെന്ന്. ആഹാ.
ഹലോ. ആ, എനിക്ക് കാശ് കിട്ടിയില്ല. അവരോട് കുറച്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറ. ആ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇവിടെ ഭയങ്കര മഴയാ. ആ വിളിക്കാമെന്ന്. ആ ശരി. ആ എത്തിയോ? എവിടെ പോയിരുന്നു? എന്താ വൈകിയത്? ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങാൻ അല്പം വൈകി ചേട്ടാ. ആ കറണ്ട് വന്നും പോയി ഇരിക്കുക. നന്നായിട്ട് ഇടിയും വെട്ടുന്നുണ്ട്. എമർജൻസി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ. ഞാനത് പറഞ്ഞതാ. മുറിയിലെത്തിയില്ല. അതിനു മുമ്പ് അവള് ബാത്റൂമിൽ കയറിയോ? മീരെ, ഞാൻ ഈ സാരി മുകളിൽ ചെന്ന് കഴുകിയിട്ട് വരാം. ആകെ നനഞ്ഞു. ആ ശരി ചേച്ചി. എന്തൊരു മഴയാ ഇത്. മഴ ഇപ്പൊ എവിടുന്ന് വന്നു? കറണ്ടും പോയി. ഓ ഭാഗ്യം. മീര, മീര, ഇവളെവിടെ പോയി? അതിനുശേഷം എല്ലാ റൂമിലും പോയി അന്വേഷിച്ചു.
പക്ഷേ എവിടെയും മീര ചെന്നിട്ടില്ലായിരുന്നു. പിന്നീട് സെക്യൂരിറ്റി ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഹോസ്റ്റൽ കോമ്പൗണ്ട് മുഴുവൻ അരിച്ചു പെറുക്കുകയും ചെയ്തു. പക്ഷേ മീരെ കണ്ടില്ല. പൂജ റൂമിലേക്ക് തിരിച്ചു വന്നപ്പോ മീര റൂമിലില്ലായിരുന്നു പറഞ്ഞല്ലോ. പുറത്തുനിന്ന് ആരെങ്കിലും റൂമിനകത്ത് വന്ന ലക്ഷണം വല്ലതും കണ്ടിരുന്നോ? ക്ലോക്ക് ടേബിളിന് മേലെ വീണ് കിടക്കായിരുന്നു. പിന്നെ മീരയുടെ ഫോൺ കട്ടിലിനടിയിൽ നിന്നാണ് കിട്ടിയത്. വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല സർ. മീരയ്ക്ക് ഇവിടെ സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഐ മീൻ ബോയ് ഫ്രണ്ട്സ്? ഇല്ല, അങ്ങനെ ഒരു ഫ്രണ്ടും എന്റെ അറിവിലില്ല സർ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇതുപോലെ പറയാതെ മറ്റോ? ഇല്ല സർ. പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ കോള് വരികയോ ചെയ്തിട്ടുണ്ടോ നോക്കൂ. ഇല്ല, അങ്ങനെ ആരും തന്നെ വിളിച്ചിട്ടില്ല. പൂജ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞല്ലോ. എനിക്ക് അവിടെ ഒന്ന് കാണണം. മുകളിലാണ് സർ. വരൂ സർ. പൂജ മുറിയിലേക്ക് വന്നപ്പോ മീര കുളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ? അതെ. മീര മുറിക്ക് പുറത്തു വന്നത് ആരും കണ്ടില്ല അല്ലേ പൂജ? ഇല്ല സർ. അതായത് മീര ബാത്റൂമിൽ കയറിയതിനു ശേഷം മറ്റാരും മീരയെ കണ്ടിട്ടില്ല, പൂജ ഉൾപ്പെടെ. അതെ. എവിടെയാ? ഏകദേശം എത്ര സമയം തുണി അലക്കാൻ പൂജ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? മാക്സിമം ഒരു അരമണിക്കൂർ സർ. എത്ര മണിക്കാണ് പൂജ ടെറസിലേക്ക് വന്നത്? ഒരു 7:30 കാണും. അതായത് അഥവാ മീര മുറിയിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നപ്പോ അവിടെ ആർക്കെങ്കിലും വരാൻ അരമണിക്കൂറെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്നർത്ഥം. പൂജ അലക്കിക്കൊണ്ടിരുന്നപ്പോ കറണ്ട് പോയെന്ന് പറഞ്ഞല്ലോ. ഏകദേശം എത്ര മണിക്കാ കറണ്ട് പോയത്? ഞാൻ ഇവിടേക്ക് വന്ന് ഡ്രസ്സ് മാറി അലക്കിക്കൊണ്ടിരുന്നപ്പോഴാ കറണ്ട് പോയത്. വാഷിംഗ് തുടങ്ങി ഒരു 10-15 മിനിറ്റ് ആയി കാണും സർ. പിന്നീട് എത്ര സമയം കഴിഞ്ഞാ കറണ്ട് വന്നത്? ഒരു 10 മിനിറ്റിനകത്ത് കറണ്ട് വന്ന് കാണും സർ. നിങ്ങളെ റൂമിന്റെ കീ സാധാരണ ആരുടെ കയ്യിലാ സൂക്ഷിക്കുക? മീരയാ സൂക്ഷിക്കാറ്. അപൂർവം ചില അവസരങ്ങളിൽ മീര വീട്ടിൽ പോകുമ്പോഴോ മറ്റോ മാത്രമേ ഞാൻ സൂക്ഷിക്കാറുള്ളൂ. ഹോസ്റ്റലെത്തിയ ശേഷം പൂജ റൂമിലേക്ക് വന്ന് കയറുമ്പോൾ അവിടെ രണ്ടുപേരും സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഉവ്വ്, വീണയും രാഖയും. അവരെ എനിക്കൊന്ന് കാണണം. ഉവ്വ് സർ. താങ്കളുടെ പേര്? റഷീദ്. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 1 കൊല്ലമായി കാണും. അതിനു മുന്നേ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു. വൈകുന്നേരം എത്ര മണിക്കാ താങ്കളുടെ ഡ്യൂട്ടി ആരംഭിക്കുന്നത്? 6 മണിക്ക്. ഇന്നലെ വൈകുന്നേരം, അതായത് ലാസ്റ്റ് ഇവനിങ് എത്ര മണിക്കാണ് പൂജയും മീരയും ഹോസ്റ്റലിലേക്ക് വന്നത്? 7 മണി കഴിഞ്ഞു കാണും സാർ. 7 മണി കഴിഞ്ഞാണ് എന്ന് വെച്ചാൽ 7:30 ആയി കാണും അല്ലേ? അല്ല സാർ, 7:10, 7:15. വൈകുന്നേരം മഴയുണ്ടായിരുന്നു? കനത്ത മഴയുണ്ടായിരുന്നു. കറണ്ട് വന്നും പോയി ഇരുന്നു. അത് കാരണം എമർജൻസി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോളാം ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ജനറേറ്റർ ഇല്ലേ? ഇല്ല. ആരോടാ എമർജൻസി എടുത്തു വെക്കാൻ പറഞ്ഞത്? പൂജയോട്. ഹോസ്റ്റൽ പുറത്തുനിന്ന് ആരെങ്കിലും വരാറുണ്ടോ? ഐ മീൻ ആണുങ്ങൾ ആരെങ്കിലും? രാത്രി ആരും വരാറില്ല സാർ. പകലത്തെ കാര്യം എനിക്കറിയില്ല. ഇന്നലെ വൈകിട്ട്, അതായത് മീരയെ കാണാതായി എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പോ ശേഷമോ ഹോസ്റ്റൽ എന്തെങ്കിലും പ്രത്യേകമായി താങ്കൾ കണ്ടിരുന്നോ? അതായത് അപരിചിതരാരെങ്കിലും? ഇല്ല സാർ. അവർ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യാറുണ്ട് താൻ? പുറകിലെ വരാന്തയിൽ 2-3 ഓട് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. മഴ പെയ്യുമ്പം പാത്രം എന്തെങ്കിലും എടുത്തു വെച്ചില്ലെങ്കിൽ വെള്ളം ഒഴുകി അകത്ത് കയറും. അതെടുത്തു വെക്കാൻ പോയതായിരുന്നു ഞാൻ. ആ എത്തിയോ? എവിടെ ആയിരുന്നു? എന്താ ഇത്ര വൈകിയത്? ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങാൻ അല്പം വൈകി ചേട്ടാ. ആ, കറണ്ട് വന്നും പോയി ഇരിക്കുക. നന്നായിട്ട് ഇടിയും വെട്ടുന്നുണ്ട്. എമർജൻസി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ. അതിനുശേഷം ഒരു 8-8:30 മണിയായി കാണും. പൂജ വീണ്ടും എന്നെ അന്വേഷിച്ചു വന്നു.
മീരയെ കാണുന്നില്ല, എന്നോട് കണ്ടോന്ന് ചോദിച്ചു. എല്ലാ മുറിയിലും നോക്കാൻ ഞാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെയൊക്കെ നോക്കിയെങ്കിലും കണ്ടില്ല. ഒരു കാര്യം ചെയ്യണം. ഓ നാളെ രാവിലെ ഒരു 11 മണിക്ക് വീണ്ടും ഇങ്ങോട്ട് വരണം. ശരി സാർ. ഉം.